2020 ലോകകപ്പിലും ഇന്ത്യയെ താൻ തന്നെ നയിക്കും. ബാറ്റ് കൊണ്ട് വിമർശകരുടെ വായടപ്പിച്ച ഹിറ്റ്മാൻ. ആദ്യ 2 കളികളിലെയും കണക്ക് പലിശയടക്കം തീർത്താണ് രോഹിത് ശർമ്മയുടെ തിരിച്ചുവരവ്. ക്യാപ്റ്റനായാൽ മുന്നിൽ നിന്ന് നയിക്കണം. സ്പോർട്സിൽ നായകൻ നിശ്ചയിച്ചിട്ടുള്ള ഈ ക്ലാസിക് നിർവചനം ചേരുന്നത് രോഹിത് ശർമ്മയ്ക്ക് തന്നെ. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയം ബുധനാഴ്ച സാക്ഷ്യം വഹിച്ചതും അക്ഷരാർത്ഥത്തിൽ അത്തരമൊരു ഇന്നിംഗ്സിനാണ്. അഫ്ഗാനെതിരെ 22-4 എന്ന നിലയിൽ പരുങ്ങിയ ഇന്ത്യയെ 20 ഓവറിൽ 212 എന്ന മാജിക് ടോട്ടലിലേക്ക് എത്തിച്ചത് രോഹിത് ശർമ്മയുടെ പോരാട്ട വീര്യമാണ്. 5-ാം വിക്കറ്റിൽ 69 റൺസ് നേടിയ റിങ്കു സിംഗിനൊപ്പം വെടിക്കെട്ട് തീർത്ത കരിയറിലെ ഏറ്റവും മികച്ച 2020 സെഞ്ചുറി കുറിച്ച രോഹിത് ശർമ്മ ഒരുപിടി റെക്കോർഡുകളും എഴുതി ചേർത്തു. അന്താരാഷ്ട്ര 2020യിൽ രോഹിത്തിന്റെ 5-ാം സെഞ്ചുറിയാണിത്. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ താരം. 69 പന്തിൽ നിന്നും 11 ഫോറും 8 സിക്സും അടക്കം 121 റൺസാണ് രോഹിത് അടിച്ചുകൂട്ടിയത്. 4 വീതം സെഞ്ചുറികളുള്ള ഇന്ത്യൻ സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവ്, ഓസീസ് ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വൽ എന്നിവരെയാണ് രോഹിത് മറികടന്നത്. T20യിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുക്കുന്ന താരമെന്ന റെക്കോർഡും ഹിറ്റ്മാൻ സ്വന്തം പേരിലാക്കി. 1570 റൺസ് നേടിയ വിരാട് കോഹ്ലിയാണ് രോഹിത് മറികടന്നത്. 14 വർഷങ്ങൾക്ക് ശേഷം ഒരു 2020 ലോകകപ്പ്. ആ സ്വപ്നത്തിലേക്ക് ബാറ്റേന്തുകയാണ് ഇന്ത്യൻ ഇതിഹാസങ്ങൾ. ഒരു T20 ലോകകപ്പ് എന്ന കോഹ്ലിയുടെ സ്വപ്നം രോഹിത് എന്ന ക്യാപ്റ്റൻ നിറവേറ്റുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകരും.